നമസ്കാരം. വെൽക്കം ടു വോക്കാസ്പീഡിയ. ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സിൽ ഇൻകം ടാക്സ് ആക്ട് 2025 കുറിച്ചാണ് ഈ ഒരു ക്ലാസ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, കറണ്ട് അഫയേഴ്സിൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ബജറ്റ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നികുതി ഘടനയുടെ പരിഷ്കാരങ്ങളെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ ഈ ഒരു പാർട്ടിന്റെ പ്രത്യേകത, തീർച്ചയായിട്ടും ഈ ഭാഗത്തുനിന്ന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിന് വേണ്ടി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ത്യയിൽ ഇൻകം ടാക്സ് ആക്ട് 1961 എന്ന് പറയുന്ന നിയമമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഈ ഒരു നിയമത്തിന് പകരം പരിഷ്കരിച്ച് നിലവിൽ വന്ന നിയമമാണ് ഇത് ഇൻകം ടാക്സ് ആക്ട് 2025 എന്ന് പറയുന്നത്. ഈ ഒരു നിയമത്തെ സംബന്ധിച്ച ബില്ല് സഭയിൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ ആയിരുന്നു. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് ഇത് സഭയിൽ അവതരിപ്പിച്ചത്. 2025 ഓഗസ്റ്റ് 11 ലോക്സഭ പാസാക്കി. ലോക്സഭ പാസാക്കിയ തീയതി എന്നാണ്? 2025 ഓഗസ്റ്റ് 11. ലോക്സഭ പാസാക്കിയ തീയതി 2025 ഓഗസ്റ്റ് 11. ശേഷം ഓഗസ്റ്റ് 12 രാജ്യസഭ പാസാക്കി. അപ്പോൾ ഓഗസ്റ്റ് 11 ലോക്സഭ, ഓഗസ്റ്റ് 12 രാജ്യസഭ. ഓഗസ്റ്റ് 21 നേരത്തെ ഈ 12 അങ്ങ് റിവേഴ്സ് ചെയ്താൽ മതി. 21 പ്രസിഡന്റ് ഒപ്പുവെച്ചു. അപ്പൊ ഈ 3 ഡേറ്റും ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ്മെന്റിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ലോക്സഭ പാസാക്കിയത് 2025 ഓഗസ്റ്റ് 11. രാജ്യസഭ പാസാക്കിയത് 2025 ഓഗസ്റ്റ് 12. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2025 ഓഗസ്റ്റ് 21. ഇനി ഇൻകം ടാക്സ് ആക്ട് 2025 നിലയിൽ വന്നത് 2026 ഏപ്രിൽ 1 എന്ന നിലയിൽ വന്നു. 2026 ഏപ്രിൽ 1 അത് നിലവിൽ വരുന്നത്. ഇൻകം ടാക്സ് ആക്ട് 2025 നിലയിൽ വന്നത് 2026 ഏപ്രിൽ 1. നിയമത്തിന്റെ ഘടന എങ്ങനെയാണ്? 23 ചാപ്റ്റേഴ്സ്, 23 ചാപ്റ്ററുകൾ, 536 സെക്ഷൻസ്, 16 ഷെഡ്യൂൾസ്. 23 ചാപ്റ്റേഴ്സ്, 536 സെക്ഷൻസ്, 16 ഷെഡ്യൂൾസ്. അപ്പോൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഇത്രയും പോയിന്റ്സ് ആണ്. ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ആദായ നികുതി നിയമം 1961 പകരം നിലവിൽ വന്ന നിയമമാണ് ഇൻകം ടാക്സ് ആക്ട് 2025. ആദായ നികുതി നിയമം 2025. അപ്പൊ ഒരു നിയമത്തെ സംബന്ധിച്ച ബില്ല് സഭയിൽ അവതരിപ്പിച്ചത് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനാണ്. ലോക്സഭ 2025 ഓഗസ്റ്റ് 11 പാസാക്കി. രാജ്യസഭ ഓഗസ്റ്റ് 12 പാസാക്കി. പ്രസിഡന്റ് ഒപ്പുവെച്ചത് ഓഗസ്റ്റ് 21. പിന്നീട് നിയമം നിലവിൽ വന്നത് 2026 ഏപ്രിൽ 1. സാമ്പത്തിക വർഷം വെച്ചിട്ടാണ്. നിയമത്തിന്റെ ഘടന 23 ചാപ്റ്റേഴ്സ്, 536 സെക്ഷൻസ്, 16 ഷെഡ്യൂൾസ്. ഇനി ഈ നിയമത്തിൽ ഉണ്ടായിരുന്ന ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഘടനയിലേക്കൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു നിയമത്തെക്കുറിച്ച് സാധാരണക്കാർക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. പ്രാരംഭ് 2026 എന്നായിരുന്നു അതിന്റെ പേര്. പ്രാരംഭ് 2026. അതായത് 2025 പുതിയ ആദായ നികുതി നിയമത്തെക്കുറിച്ച് പൗരന്മാർക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി കേന്ദ്ര ധനകാര്യമന്ത്രി ആരംഭിച്ച ക്യാമ്പയിൻ ആയിരുന്നു പ്രാരംഭ് 2026. ഒരു ക്യാമ്പയിൻ ആയിരുന്നു ഇത്, പ്രാരംഭ് 2026. പൂർണ്ണരൂപം പോളിസി റിഫോം ആൻഡ് റെസ്പോൺസിബിൾ ആക്ഷൻ ഫോർ മിഷൻ വികസിത് ഭാരത്. പോളിസി റിഫോം ആൻഡ് റെസ്പോൺസിബിൾ ആക്ഷൻ ഫോർ മിഷൻ വികസിത് ഭാരത്. അപ്പോൾ 2025 പുതിയ ആദായ നികുതി നിയമത്തെക്കുറിച്ച് പൗരന്മാർക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി കേന്ദ്ര ധനകാര്യമന്ത്രി നടത്തിയ ഒരു ക്യാമ്പയിൻ ആയിരുന്നു പ്രാരംഭ് 2026. എന്താണ് പൂർണ്ണരൂപം? പോളിസി റിഫോം ആൻഡ് റെസ്പോൺസിബിൾ ആക്ഷൻ ഫോർ മിഷൻ വികസിത് ഭാരത്. ഇനി ഇതിന്റെ പ്രധാന മാറ്റങ്ങൾ, ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചേഞ്ചസ് ആണ്. ഇനി മുതൽ സാമ്പത്തിക വർഷ അസസ്മെന്റ് വർഷം എന്നിവയ്ക്ക് പകരം നികുതി വർഷം എന്ന വാക്കായിരിക്കും ഉപയോഗിക്കുക. 2026 ഏപ്രിൽ 1 മുതൽ ഇത് ബാധകമാണ്. നമ്മൾ നേരത്തെ ഫിനാൻഷ്യൽ ഇയർ, അസസ്മെന്റ് ഇയർ എന്നൊക്കെ പറയാറുണ്ട്. ഇതിന് പകരം ഒറ്റ ഇതാണ് ടാക്സ് ഇയർ എന്ന് പറയുന്ന വേർഡാണ് യൂസ് ചെയ്യുക. നമ്മൾ നേരത്തെ പറയത്തില്ല ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണെന്ന്. ഇനി അത് പറയുക ഇന്ത്യയുടെ ടാക്സ് ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണെന്നാണ് പറയുക. ക്ലിയർ ആണല്ലോ? അതാണ് ഒന്നാമത്തെ മാറ്റം. അപ്പൊ ഈ സാമ്പത്തിക വർഷം അല്ലെങ്കിൽ അസസ്മെന്റ് ഇയർ എന്നതിന് പകരം ഇനി പറയുന്ന വേർഡ് എന്താണ്? ടാക്സ് ഇയർ, നികുതി വർഷം എന്നാണ്. അപ്പം പരീക്ഷയ്ക്ക് ഇന്ത്യയുടെ നികുതി വർഷം എന്ന് ചോദിച്ചാൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇനി സെക്ഷൻ 87 പ്രകാരം 12 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് നികുതി ഇളവ് ലഭിക്കും. അതായത്
നിലവിൽ ഇന്ത്യയിൽ ഇൻകം ടാക്സ് പരിധിയിൽ നിന്നും, അതായത് ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് വാർഷിക വരുമാനം എത്ര ലക്ഷം രൂപ വരെയുള്ളവരെയാണ്? 12 ലക്ഷം രൂപ വരെയുള്ളവരെയാണ്. ഈ നിയമത്തിലെ സെക്ഷൻ 87A ഇത് പറയുന്നത്. അതും നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സാധാരണഗതിയിൽ ചോദിക്കാറുള്ള ക്വസ്റ്റൻ ആണ്. നിലവിൽ എത്ര ലക്ഷം രൂപ വരെയുള്ള വാർഷിക വരുമാനമുള്ളവരെയാണ് ആദായ നികുതിയുടെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്? എത്രയാണ്? 12 ലക്ഷം. 12 ലക്ഷം. ഈ 12 ലക്ഷം വരെയുള്ളവരെ ഒഴിവാക്കിയിരിക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? 87A പ്രകാരം. ഏത് പ്രകാരമാണ്? 87A. ഇനി പാൻ കാർഡ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ജനന തീയതി തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള രേഖയായി ആധാർ കാർഡ് മാത്രമായി ഇനി പരിഗണിക്കില്ല. പാൻ കാർഡ് ആപ്ലിക്കേഷനും നമ്മൾ പാൻ കാർഡിന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ജനന തീയതി തെളിയിക്കുന്നതിനായിട്ട് ആധാർ കാർഡ് മാത്രമായിട്ട് ഇനി പരിഗണിക്കില്ല. SSLC സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് എന്നിവ നിർബന്ധമാണ്. കൂടാതെ 20 ലക്ഷത്തിന് മുകളിലുള്ള വസ്തു ഇടപാടുകൾക്കും 5 ലക്ഷത്തിന് മുകളിലുള്ള വാഹന വാങ്ങലിനും മാത്രമേ ഇനി പാൻ കാർഡ് നിർബന്ധമുള്ളൂ. അപ്പൊ ശ്രദ്ധിച്ചോണം, ഈ ടേംസ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. നമ്മൾ പാൻ കാർഡിന് അപേക്ഷിക്കുമ്പോൾ ആധാർ കാർഡ് മാത്രമായിട്ട് ഒരു രേഖയായിട്ട് എടുക്കത്തില്ല. SSLC സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് ഇതിലേതെങ്കിലും നിർബന്ധമാണ്. അതേപോലെ വസ്തു ഇടപാടുകൾ നടത്തുമ്പോൾ 20 ലക്ഷത്തിന് മുകളിലുള്ളതാണെങ്കിൽ മതി ഇനി മുതൽ പാൻ കാർഡ്. അതേപോലെ വാഹനം വാങ്ങുമ്പോൾ 5 ലക്ഷത്തിന് മുകളിലുള്ളതാണെങ്കിൽ മതി എന്ത്? പാൻ കാർഡ്. ഈ സെക്ഷൻസിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. അതേപോലെ ബാങ്ക് നിക്ഷേപങ്ങളിൽ വാർഷികമായി 10 ലക്ഷം കഴിഞ്ഞാൽ മാത്രമേ പാൻ കാർഡ് ആവശ്യമുള്ളൂ. അപ്പം പാൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ചേഞ്ചസ് ഉണ്ട്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ബില്ല്, കൺവെൻഷൻ സെന്റർ, ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങിയവയ്ക്കും 50,000 രൂപയായിരുന്ന പരിധി 1 ലക്ഷം രൂപ ആക്കും. അതായത് ഈ പറഞ്ഞ നികുതിയുമായി ബന്ധപ്പെട്ട ഘടനയാണ്. നേരത്തെ അവർക്ക് 50,000 രൂപയായിരുന്നു, അത് 1 ലക്ഷം രൂപയായിട്ട് ഉയർത്തി. ബാങ്കുകളിലെയും പോസ്റ്റ് ഓഫീസിലെയും നിക്ഷേപങ്ങളാണെങ്കിൽ പ്രതിദിനം നമുക്കറിയാം ഇപ്പോഴും നിലവിലുള്ള സ്ട്രക്ചറിയാണ്. നമ്മൾ 50,000 രൂപ അല്ലെങ്കിൽ അതിനു മുകളിൽ നിക്ഷേപിച്ചാലാണ് നമുക്ക് എന്തായിട്ട് ആവശ്യമുള്ളത്? പാൻ കാർഡ് ആവശ്യമുള്ളത്. ബാങ്കിലാണെങ്കിലും പോസ്റ്റ് ഓഫീസിലാണെങ്കിലും ചെല്ലുമ്പോൾ 50,000 രൂപയോ അതിൽ കൂടുതലോ നിക്ഷേപിച്ചാൽ നമുക്ക് എന്ത് ആവശ്യമുണ്ട്? പാൻ കാർഡ് ആവശ്യമുണ്ട്. ആ ഒരു സ്ട്രക്ചറും ഇവിടെ നിലനിർത്തുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചോണം, 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി ഇളവ് ലഭിക്കും. അത് സെക്ഷൻ 87A പ്രകാരമാണ്. നമ്മൾ പാൻ കാർഡിന് അപേക്ഷിക്കുമ്പോൾ ആധാർ കാർഡ് മാത്രമായിട്ട് ജനന തീയതി പരിഗണിക്കില്ല. അതിൽ ഒന്നിൽ SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പാസ്പോർട്ട് ആവശ്യമാണ്. 20 ലക്ഷത്തിന് മുകളിലുള്ള വസ്തു ഇടപാടുകൾക്ക് മാത്രം എന്ത് മതി? പാൻ കാർഡ് മതി. അതേപോലെ നമ്മൾ വാഹന വാങ്ങലാണെങ്കിൽ 5 ലക്ഷത്തിന് മുകളിലുള്ളതിന് മാത്രം പാൻ കാർഡ് മതി. ബാങ്ക് നിക്ഷേപങ്ങൾ വാർഷികമായിട്ട് 10 ലക്ഷം കഴിഞ്ഞാൽ മാത്രം പാൻ കാർഡ് മതി. അതേപോലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ബില്ല്, കൺവെൻഷൻ സെന്റർ എന്നിവയ്ക്ക് ഈ പറഞ്ഞ നികുതിയുമായി ബന്ധപ്പെട്ട നേരത്തെ 50,000 രൂപയായിരുന്നു, പരിധി 1 ലക്ഷം രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ബാങ്കുകളിലെയും പോസ്റ്റ് ഓഫീസിലെയും പ്രതിദിന നിക്ഷേപം നമ്മൾ 50,000 രൂപയോ അതിൽ കൂടുതലോ നിക്ഷേപിക്കുമ്പോൾ മാത്രം നമുക്ക് എന്ത് മതി? പാൻ കാർഡ് ആവശ്യമായിട്ടുള്ളൂ. അപ്പൊ ഈ പാൻ കാർഡിന്റെ സ്ട്രക്ചറിന്റെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പരിഷ്കരിച്ച സ്വർണ്ണ പണയ ചട്ടം, നമ്മൾ കുറെ വാർത്തകൾ കണ്ടു. സ്വർണ്ണ പണയ ചട്ടത്തിൽ കുറെ നിയമങ്ങളൊക്കെ വന്നു. അതായത് 2.5 ലക്ഷം രൂപ വരെ പണയം വെച്ച സ്വർണത്തിന് 85% വരെ. ഫസ്റ്റ് പോയിന്റ്, 2.5 ലക്ഷം വരെ പണയം വെച്ച സ്വർണത്തിന് 85% വരെ വായ്പാ നിരക്ക് ലഭിക്കും. അത് വലിയൊരു പോയിന്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം 2.5 ലക്ഷം രൂപ വരെ പണയം വെച്ച സ്വർണത്തിന് നമുക്ക് 85% വരെ വായ്പാ നിരക്ക് ലഭിക്കും. അപ്പൊ നമ്മളൊരു 3 ലക്ഷം രൂപയ്ക്ക് പണയം വെക്കുകയാണ്. അപ്പൊ നമ്മൾ വെച്ചിരിക്കുന്ന സ്വർണത്തിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ലക്ഷം രൂപ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ 85%, അതായത് നിശ്ചിത തുകയുടെ 85% ആയിരിക്കും നമുക്ക് കിട്ടും. നമ്മൾ വേറൊരു രീതിയിൽ ഉദാഹരണം പറയാം. നമ്മളൊരു 3 ലക്ഷം രൂപയ്ക്ക് നമ്മളൊരു 3 പവൻ സ്വർണം പണയം വെക്കുകയാണെന്ന് വെച്ചു, മനസ്സിലായാലും 3 പവൻ നമുക്കൊരു ആവറേജ് 1 ലക്ഷം രൂപ വെച്ച് ഒരു പവന് കൂട്ടാം. 1,20,000 20,000 ഒക്കെ ഉണ്ട്, നമുക്ക് 1 ലക്ഷം രൂപ വെച്ച് കൂട്ടാം. പണിക്കൂലി ഇതൊന്നുമില്ല, നമുക്ക് ആവറേജ്. അപ്പൊ നമുക്ക് എന്താണ് പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3 ലക്ഷം രൂപയുടെ അടുപ്പിച്ചാണ് വേണ്ടത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ലക്ഷത്തിൽ കൂടുതലാണല്ലോ വേണ്ടത്. സോ നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞ ഈ 3 ലക്ഷത്തിന്റെ 85% വരെ നമുക്ക് വായ്പയായിട്ട് ലഭിക്കും. അതാണ് പറയുന്നത്. ഇനി 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയാണെങ്കിൽ 80% ലഭിക്കും. 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 75% ലഭിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ പരിഷ്കരിച്ച സ്വർണ്ണ പണയ ചട്ടം 2.5 ലക്ഷം വരെ പണയം വെച്ച സ്വർണത്തിന് 85% വരെ വായ്പാ നിരക്ക്, 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയാണെങ്കിൽ 80%, 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 75%. മൂല്യം കണക്കാക്കുമ്പോൾ മുതലിനൊപ്പം കാലാവധി പൂർത്തിയാക്കുമ്പോൾ അടയ്ക്കേണ്ട പലിശയും കണക്കാക്കും. അങ്ങനെ വായ്പ ലഭിക്കേണ്ട തുക ഇനി മുതൽ കുറവുണ്ടാകും. മനസ്സിലായല്ലോ? സ്വർണത്തിന്റെ മൂല്യം കണക്കാക്കുമ്പോൾ
കാലാവധി നമ്മളിപ്പോൾ 1 മാസത്തെ കാലാവധിക്കായിരിക്കും ചിലപ്പോൾ വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അടയ്ക്കേണ്ട പലിശയുടെ തുകയുടെ കണക്കാക്കും. എന്നിട്ട് അതുകൂടെ കുറച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇതാണ് സ്വർണ്ണപ്പണയ ചട്ടത്തിൽ പരിഷ്കരിച്ചു കൊണ്ടുവന്ന മാറ്റങ്ങൾ. ഇതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പഴയ ആദായ നികുതി സ്കീമിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസമുള്ള അലവൻസ് ലഭിച്ചിരുന്ന നികുതി ഇളവിന്റെ പരിധി വർദ്ധിപ്പിക്കും. നിലവിലൊരു കുട്ടിക്ക് പ്രതിമാസം നേരത്തെയാണെങ്കിൽ നമുക്കറിയാം 100 രൂപ അലവൻസിനാണ് നികുതി ഇളവ് ബാധകമായിരുന്നത്. ഈ പരിധി 3000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. എന്നാൽ പരമാവധി 2 കുട്ടികൾക്ക് ഈ ഇളവ് ലഭിക്കത്തുള്ളൂ. അതായത് കുട്ടികൾക്ക് വിദ്യാഭ്യാസ അലവൻസ് ലഭിക്കുമ്പോൾ നേരത്തെ അതിൽ ടാക്സ് ഉണ്ടായിരുന്നു. ആദ്യം 100 രൂപയായിരുന്നു, പിന്നീട് 1000 രൂപയാക്കി. ഇപ്പൊ ഈ ഒരു നിയമത്തിൽ ഇത് എത്രയാക്കി മാറ്റി? 3000 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുണ്ട് പരമാവധി ഒരു വീട്ടിൽ 2 കുട്ടികൾക്ക് ഈ ഒരു നികുതി ഇളവ് ലഭിക്കത്തുള്ളൂ. ഇനി ടോൾ പാസുകൾ പൂർണ്ണമായും ഡിജിറ്റലാക്കുന്നു. അത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. വാർഷിക ടോൾ പാസിന്റെ വില 75 രൂപ കൂടും. അതായത് ഇതുവരെ 3000 രൂപയായിരുന്നത് 3075 രൂപയായിട്ട് മാറും. വാർഷിക ടോൾ പാസിന്റെ വില 75 രൂപ കൂടി 3000 രൂപ എന്നുള്ളത് 3075 രൂപയായിട്ട് മാറി. ഫാസ്ടാഗ് അടിസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. പാസ് ഉപയോഗിച്ച് 200 യാത്രകൾ വരെ നടത്താം. അപ്പൊ ഡിജിറ്റലായിട്ട് എല്ലാം ഫാസ്ടാഗിലേക്ക് മാറിക്കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. ട്രെയിൻ ടിക്കറ്റ് റദ്ദാക്കൽ. ഇതും ശ്രദ്ധിച്ചോണം. ട്രെയിൻ പുറപ്പെടുന്നതിന് 8 മണിക്കൂറോ അതിൽ കുറവ് സമയത്തിനോ ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ റീഫണ്ട് ചെയ്യില്ല. അപ്പൊ എത്രയാണ് ടൈം? 8 മണിക്കൂർ. ട്രെയിൻ പുറപ്പെടുന്നതിന് 8 മണിക്കൂറോ അതിൽ കുറവ് സമയത്തിനോ ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ എന്താണ്? റീഫണ്ട് കിട്ടത്തില്ല. ട്രെയിൻ പുറപ്പെടുന്നതിന് 8 മണിക്കൂർ മുതൽ 24 മണിക്കൂറിനകം ക്യാൻസൽ ചെയ്താൽ നമുക്ക് 50% റീഫണ്ട് ലഭിക്കും. 26 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെയാണെങ്കിൽ 75% റീഫണ്ട് ലഭിക്കും. മനസ്സിലായല്ലോ? ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ട്രെയിൻ ടിക്കറ്റിൽ വന്ന നിരക്കുകളാണ്. ട്രെയിൻ പുറപ്പെടുന്നതിന് 8 മണിക്കൂറോ അതിൽ കുറവ് സമയത്തിലാണെങ്കിൽ ക്യാൻസൽ ചെയ്താൽ റീഫണ്ട് ലഭിക്കത്തില്ല. 8 മണിക്കൂർ മുതൽ 24 മണിക്കൂറാണെങ്കിൽ നമുക്ക് 50% റീഫണ്ട് ലഭിക്കും. 24 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെയാണെങ്കിൽ 75% റീഫണ്ട് ലഭിക്കും. ഇനി ശമ്പളക്കാർക്കുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, നമ്മൾ TDS കട്ടായി എന്നൊക്കെ പറയത്തില്ലയോ, 75000 രൂപ വരെ അധികം ഇളവ് നൽകി. അതായത് ശമ്പളക്കാർക്കുള്ള TDS സർട്ടിഫിക്കറ്റ് ഇത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷന്റെ കേസിൽ 75000 രൂപ വരെ അധിക ഇളവ് നൽകി എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ 12 ലക്ഷം രൂപയാണ് നമ്മുടെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതോടെ ചേർത്തൊരു 12,70,50,000 രൂപ വരെയൊക്കെ ഇളവ് ലഭിക്കുന്ന ഒരു അർത്ഥമാണ് അതിൽ പറയുന്നത്. ശമ്പളക്കാർക്കുള്ള TDS സർട്ടിഫിക്കറ്റ് ഇനി മുതൽ ഫോം 130 ആയിരിക്കും. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഒരു എല്ലാ സിറ്റിസൺസും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ TDS സർട്ടിഫിക്കറ്റ് ഫയൽ ചെയ്യേണ്ടത് ഏത് ഫോമിലാണ്? ഫോം 130 ആയിരിക്കും. മുൻപ് ഇത് ഫോം 16 എന്നായിരുന്നു പറയുന്നത്. ശമ്പളത്തിന് പുറമെയുള്ള വരുമാനത്തിലുള്ള TDS സർട്ടിഫിക്കറ്റ് ഫോം 131 ആയിരിക്കും. നിക്ഷേപ വിവരങ്ങൾ തൊഴിലുടമയ്ക്ക് നൽകാനുള്ള ഫോം 124 ആയിരിക്കും. അപ്പൊ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ശമ്പളക്കാർക്കുള്ള TDS സർട്ടിഫിക്കറ്റ് ഇനി മുതൽ ഫോം 130 ആയിരിക്കും. നേരത്തെ അത് ഫോം 16 ആയിരുന്നു. ശമ്പളത്തിന് പുറമെയുള്ള വരുമാനത്തിലുള്ള TDS 131 ആയിരിക്കും. ഇനി നമ്മുടെ നിക്ഷേപ വിവരങ്ങൾ തൊഴിലുടമയ്ക്ക് നൽകാനുള്ള ഫോം 124 ആയിരിക്കും. അതേപോലെ ക്രെഡിറ്റ് സ്കോർ അപ്ഡേഷൻ 7 ദിവസം കൂടുമ്പോൾ നടക്കും. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇനി മുതൽ ക്രെഡിറ്റ് സ്കോറിൽ വന്ന മാറ്റമാണ്. ക്രെഡിറ്റ് സ്കോർ അപ്ഡേഷൻ എത്ര ദിവസം കൂടുമ്പോൾ നടക്കും? 7 ദിവസം. നമ്മൾ സിബിൽ സ്കോർ നടക്കാന്ന് പറയത്തില്ല, അത് 7 ദിവസം കൂടുമ്പോൾ ഇനി അപ്ഡേഷൻ നടക്കും. അതുപോലെ കോർപ്പറേറ്റ് വാഹനങ്ങൾ പ്രതിമാസ നികുതി ചെറിയ വാഹനങ്ങൾക്ക് 8000 രൂപയും വലിയ വാഹനങ്ങൾക്ക് 10000 രൂപയും വാഹനാപകട നഷ്ടപരിഹാരത്തിന് ഇനി മുതൽ നികുതി ഇളവ് ഉണ്ടാവില്ല. അപ്പം കോർപ്പറേറ്റ് വാഹനങ്ങൾക്ക് പ്രതിമാസ നികുതി ചെറിയ വാഹനങ്ങൾക്ക് 8000 രൂപയും വലിയ വാഹനങ്ങൾക്ക് 10000 രൂപയായിട്ട് ഉയർത്തി. അതേപോലെ വാഹന അപകട നഷ്ടപരിഹാരം നമുക്ക് ലഭിക്കുമ്പോൾ ഇനി മുതൽ അതിന് നികുതി ഇളവ് ഉണ്ടാകില്ല എന്നും പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ഗിഫ്റ്റ് കൂപ്പണുകൾക്ക് വർഷം 15000 രൂപ വരെ ഇളവ് ലഭിക്കും, നികുതി ഇളവ്. കോർപ്പറേറ്റ് വായ്പകൾക്ക് നിബന്ധനകളോടെ ഇളവ്, അതായത് 2 ലക്ഷം രൂപ വരെയുള്ളവർക്കും അടിയന്തര മെഡിക്കൽ സാഹചര്യങ്ങളിലും ഇളവ് ലഭിക്കുന്നതാണ്. കോർപ്പറേറ്റ് വായ്പകളാണെങ്കിൽ 2 ലക്ഷം രൂപ വരെ ഉള്ളവർക്കും അതേപോലെ അടിയന്തര മെഡിക്കൽ സാഹചര്യങ്ങളിലും ഇളവ് ലഭിക്കും. HRA അലവൻസിന്റെ 50% നികുതി ഇളവ് ലഭിക്കുന്ന മെട്രോ നഗരങ്ങളുടെ പട്ടികയിൽ ബംഗളൂരു, ഹൈദരാബാദ്, പൂനെ, അഹമ്മദാബാദ് എന്നിവയെ കൂടി ഉൾപ്പെടുത്തി. HRA അലവൻസിന് 50% നികുതിയോടെ ലഭിക്കുന്ന ഇന്ത്യയിലെ മെട്രോ നഗരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്നത് ഈ പറഞ്ഞ മുംബൈയും കൊൽക്കട്ടയും അതേപോലെ ന്യൂഡൽഹിയും ഒക്കെ ആയിരുന്നു. അപ്പൊ ആ ഒരു പട്ടികയിലേക്ക് ബംഗളൂരു, ഹൈദരാബാദ്, പൂനെ, അഹമ്മദാബാദ് എന്നിവയെ കൂടി ഉൾപ്പെടുത്തി. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. HRA അലവൻസിന്റെ 50% നികുതിയോടെ ലഭിക്കുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ബംഗളൂരു, ഹൈദരാബാദ്, പൂനെ, അഹമ്മദാബാദ് എന്നിവയെ കൂടി ഉൾപ്പെടുത്തി. ഇതും ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഇൻകം ടാക്സ് ആക്ട് 2025 ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം ആ നിയമം നിലവിൽ വന്നതിന്റെ ഘടന, പിന്നെ നികുതിയിൽ വന്ന ചില മാറ്റങ്ങൾ, ചില ഫോമുകളുടെ പേരുകൾ പറഞ്ഞു. ഇത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കി വെക്കണം. ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെയായിരിക്കും.
ഇൻകം ടാക്സ് ആക്ട് 2025 ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നത് ശരിയായ പ്രസ്താവന ഏത്, തെറ്റായ പ്രസ്താവന ഏത് എന്ന് പറഞ്ഞായിരിക്കും ചോദിക്കുക. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സിനും പ്രാധാന്യമുണ്ട്. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.